Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fahuwal muhtadi wa man yudlil falan tajida lahu waliyyan murshida. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. മനുഷ്യരായ നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ അവസാനം എന്ന നിലയിൽ അഭിമുഖീകരിക്കേണ്ട ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു ഘട്ടമാണല്ലോ മരണം. ജനിച്ചവരെല്ലാവരും മരിക്കുന്നു. ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും അവസാനം ഒരു നാശമുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. ഈ മഹാപ്രപഞ്ചത്തിൻ്റെയും ഒരു അന്ത്യം സംഭവിക്കാനിരിക്കുന്നുണ്ട് എന്ന് ഈ പ്രപഞ്ചത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാർ വരെ അഭിപ്രായപ്പെടുന്നു. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഒരു ദിവസം ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പുതിയ ജീവിതം കിട്ടിയതിലുള്ള സന്തോഷമാണ്, അതിനുള്ള ശുക്റാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ രേഖപ്പെടുത്തുന്നത്. അൽഹംദുലില്ലാ അല്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ എന്ന് നമ്മളെല്ലാവരും നിത്യേന മറക്കാതെ ഉരുവിടുന്ന ആ പ്രാർത്ഥന. അല്ലാഹുവേ, നിനക്ക് സർവസ്തുതിയും. അല്ലദീ അഹ്യാന ബഅദമാ അമാതന, ഞങ്ങൾ മരിച്ചു കിടക്കുകയായിരുന്നു, ഈ മരണത്തിൽ നിന്ന് ഞങ്ങളെ നീ ജീവിപ്പിച്ചിരിക്കുന്നു, നിനക്ക് സർവസ്തുതിയും. വ ഇലൈഹിൻ നുശൂർ, നിന്നിലേക്ക് മടങ്ങേണ്ടവരാണ് നാഥ ഞങ്ങൾ എന്ന് നമ്മൾ ഓർക്കുകയാണ്.
മാത്രമല്ല നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം തുടങ്ങുമ്പോഴും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള പ്രഭാതവേളയിൽ അവനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് മരണചിന്ത മനസ്സിൽ ഉണർത്തുന്ന ദിക്റുകൾ തന്നെയാണ്. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യാ വബിക നമൂത് വഇലൈക നുശൂർ. അല്ലാഹുവേ, ഈ സുപ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയവനെ, നിന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രഭാതോദയം ഉണ്ടാവുകയില്ല. ഇനി ഒരു വൈകുന്നേരം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിലും നിന്റെ അനുഗ്രഹം വേണം. നിന്റെ അനുഗ്രഹത്താലാണ് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്റെ അനുഗ്രഹം വേണം ഞങ്ങൾക്ക് മരിക്കാൻ. നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം എന്നാണ് നമ്മൾ അവിടെയും ഓർക്കുന്നത്. രാവിലെ കഴിഞ്ഞ് ഉച്ചയായാലും നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, സൂറ റൂമിലെ ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വയുഹ്യിൽ അർള ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ. നമുക്ക് പ്രഭാതവും പ്രദോഷവും നമുക്ക് നട്ടുച്ചയും നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയങ്ങളും നിശ്ചയിച്ചു തരുന്നവനായ തമ്പുരാനെ, നിനക്കാകുന്നു സർവ സ്തോത്രങ്ങളും കീർത്തനങ്ങളും സ്തുതിയും. നീയാണ് ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ. മരണാനന്തരം ഞങ്ങളെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു തമ്പുരാനെ എന്ന ഈ വാക്കുകൾ ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക സന്ദർഭങ്ങളിലെല്ലാം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്യണം, ഈ ദിക്ർ നിങ്ങൾ ഉരുവിടണം, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു ദിവസം അവസാനിക്കുമ്പോൾ നോക്കൂ, നമ്മൾ കിടന്നുറങ്ങാൻ നേരത്തും വുളൂ ചെയ്ത് കിടക്കാൻ പോകുന്ന സന്ദർഭത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഅഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഇതാ ഞാൻ എൻ്റെ ശരീരം സമർപ്പിക്കുകയാണ്. എൻ്റെ ആത്മാവിനെ ഈ ഉറക്ക സന്ദർഭത്തിൽ നീ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിനോട് നീ കരുണ കാണിക്കണമേ. അതല്ല, ഒരു ദിവസവും കൂടി എനിക്ക് നൽകിക്കൊണ്ട് നീ അതിനെ എൻ്റെ ശരീരത്തിലേക്ക് തന്നെ വിട്ടയക്കുകയാണെങ്കിൽ സദ്വൃത്തരായ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്ന പോലെ നാഥ നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് നമ്മൾ പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, മരണം എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയാണ്. പക്ഷേ ഈ ഭൗതിക ജീവിതത്തിൽ നാം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ജീവിതായോധന മാർഗത്തിന് വേണ്ടി നമ്മൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും അതിനെ വിസ്മരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മരണപ്പെടേണ്ടവരാണ് നമ്മൾ. അള്ളാഹു ആ അജല് നമുക്ക് വേണ്ടിയുള്ള മരണ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്, നമുക്കതറിയില്ല. നമ്മുടെ അടുത്ത ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, നമ്മുടെ ഇഷ്ടജനങ്ങൾ, സുഹൃത്തുക്കൾ, അവർ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് നമ്മൾ നട്ടലോടുകൂടി കേൾക്കുകയാണ്. മരണം വന്ന് വിളിച്ചാൽ നമ്മൾ ഒരു എതിർപ്പും പറയാതെ ഇറങ്ങിപ്പോകേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തണമെന്നാണ് ഇസ്ലാം നമ്മോട് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ലോകത്തേക്ക് പിറന്നു വരുമ്പോൾ നോക്കൂ, നമ്മുടെ ബന്ധുക്കളൊക്കെ എത്ര സന്തോഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പയും ഉമ്മയും ജനിച്ച വിവരം എത്ര സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരും അടുത്ത ബന്ധുക്കളും മറ്റുള്ളവർക്കൊക്കെ അറിയിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആ വരവിൽ കരഞ്ഞുകൊണ്ടാണ് വന്നത്. വലദത്ക ഉമ്മുക ഇബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ.
അല്ലയോ മനുഷ്യ, നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ചപ്പോൾ നീ കരഞ്ഞുകൊണ്ട്, വാവിട്ട് കരഞ്ഞ് കാലിട്ടടിച്ചുകൊണ്ട് പിറന്നു വീണപ്പോൾ നിന്റെ വരവിലും ആഗമനത്തിലും സന്തോഷിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് നിന്റെ ബന്ധുമിത്രാദികൾ കഴിയുകയായിരുന്നു. എന്നാൽ മറ്റൊരവസ്ഥ കൂടി നിനക്ക് വരാനുണ്ട്. ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറ. നീ മരണപ്പെടുന്ന ആ ദിവസം നിന്റെ ബന്ധുമിത്രാദികൾ, നിന്റെ സന്താനങ്ങളും സഹധർമ്മിണിയും പ്രിയപ്പെട്ടവരുമെല്ലാം തന്നെ കരയുന്ന ഒരു സന്ദർഭത്തിൽ നിനക്ക് ചിരിക്കാൻ കഴിയണം. അതിനു വേണ്ടി നീ അധ്വാനിക്കണം എന്നാണ് നമ്മോട് ഉണർത്തപ്പെട്ടിട്ടുള്ളത്. ശരിക്ക് ജീവിതത്തിന്റെ അർത്ഥവും അതാണ്. മരിച്ചു പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയുക, മരണത്തെ സന്തോഷത്തോടുകൂടി എതിരേൽക്കാൻ കഴിയുക, മരണത്തെ പേടിക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും, നിങ്ങൾ കേട്ടല്ലോ അവരുടെ ചരിത്രം. ജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒഴിഞ്ഞു വച്ചവരായിരുന്നു അവർ. സ്വർഗം നേടണം എന്ന ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടന്നവരായിരുന്നു അവർ. ജീവിതത്തിന്റെ ലക്ഷ്യം മുന്നിൽ കണ്ട് അത് നിർണയിച്ച് അതിനു വേണ്ടി പണിയെടുത്തവരായിരുന്നു അവർ. അതിന് നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കാണുക. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? നമ്മുടെ കുടുംബത്തിന് നല്ല നിലക്ക് കഴിയാനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്, മക്കളെ പോറ്റാനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് എന്ന ഉത്തരമാണോ നമ്മുടെ മുമ്പിലുള്ളത്? അതൊരു ചെറിയ കാര്യമായി ഞാൻ അവഗണിക്കുകയില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ പോറ്റാൻ ചെലവഴിക്കുന്ന അധ്വാനവും അതിനുള്ള ശ്രമവും അതിനുള്ള പണവുമാണ് നിങ്ങൾക്ക് അള്ളാഹു ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്ന സമ്പത്ത് എന്ന്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താകണം? തീർച്ചയായും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നുള്ള മോചനവും അള്ളാഹു സദ്വൃത്തരായ സജ്ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അനശ്വര സുഖാനന്ദത്തിന്റെ പരിശുദ്ധ ഗേഹമായ സ്വർഗലോകം നേടുക എന്നതുമായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. അതിനുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ അരികിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. തീർച്ചയായും അങ്ങനെ ഒരു ദിവസമുണ്ട്. കലണ്ടറിന്റെ ഓരോ ദിവസത്തിലെയും പേജുകൾ, താളുകൾ നമ്മൾ മറിച്ചിടുമ്പോൾ നമ്മുടെ ഓരോ ജീവിത ദിവസവുമാണ് നമ്മൾ മറിച്ചിടുന്നത് എന്ന് നമ്മൾ അറിയണം. ഓരോ വൈകുന്നേരവും കഴിയുമ്പോൾ നമ്മുടെ മരണ ദിവസത്തിലേക്കുള്ള പുലരിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ അസ്തമനമുണ്ടാകുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു പ്രിയപ്പെട്ട ബന്ധു മരിച്ചാൽ നമ്മുടെ അടുത്താണെങ്കിൽ നാം ഉടനെ അവിടെ ഓടിയെത്തുന്നു, കാണുന്നു. എൻ്റെ കൂടെ ഓടിച്ചാടി കളിച്ചവൻ, ഒരുമിച്ച് പഠിച്ചവർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. പക്ഷേ ഇതാ എനിക്ക് മുമ്പ് അവൻ യാത്രയായിരിക്കുന്നു, നീണ്ടു നിവർന്ന് കിടക്കുകയാണ് മയ്യത്ത് കിടത്തിയ കട്ടിലിൽ. അവനെ അവസാനത്തെ ഒരു നോക്ക് കാണാൻ അവന്റെ മുഖത്തിട്ടിട്ടുള്ള തുണി നീക്കി നമ്മൾ കാണുന്നു, നാം പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മൾ ആലോചിക്കാറുണ്ടോ, ഇതുപോലെയുള്ള ഒരു ദിവസം എനിക്കും ഇതുപോലെ കിടക്കേണ്ടി വരും? അള്ളാഹുവിന്റെ നിശ്ചയമാണ്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള അജലെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് പിന്തിപ്പോകാൻ സാധ്യമല്ല. എത്ര വലിയ മനുഷ്യനും എത്ര മഹാനായാലും മരണത്തിന് ഒരിക്കലും നിശ്ചയിച്ച ദിവസത്തിൽ നിന്ന് തെറ്റാൻ കഴിയില്ല, അവന് പോകേണ്ടി വരും. നമ്മൾ എത്ര ജനാസയെ പിന്തുടർന്നിട്ടുണ്ട് സഹോദരങ്ങളെ, എത്ര ജനാസയുടെ കൂടെ നമ്മൾ പോയിട്ടുണ്ട്, എത്ര മയ്യത്തും കട്ടിൽ നമ്മൾ ചുമന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ വരാറുണ്ടോ, ഇതുപോലെ ഒരു ദിവസം എന്നെ മറ്റുള്ളവർ ചുമന്നു കൊണ്ടുപോകും? ആ സന്ദർഭത്തിൽ ആ മയ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുണ്ടാകും. അങ്ങനെയുള്ള ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. പല കാര്യങ്ങളും നമ്മൾ ഓർക്കാറുണ്ട്, ജീവിതത്തിലില്ലേ? ഓർക്കാറുണ്ട്. എൻ്റെ മകൻ പഠിച്ചു വളർന്ന് വലുതായി, അവൻ വലിയ ഡോക്ടറായി, സ്റ്റെതസ്കോപ്പ് അവന്റെ കഴുത്തിൽ തൂക്കി എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത് കാണാൻ എനിക്കൊന്തൊരാഗ്രഹമാണ്. എൻ്റെ മോൾ പഠിച്ച് വലിയ എഞ്ചിനീയറായി, അവൾക്കൊരു ജോലി കിട്ടി. അങ്ങനെ അവൾ എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന ദിവസം നമ്മൾ സ്വപ്നം കാണാറില്ലേ? എൻ്റെ പ്രായപൂർത്തിയായ മോൾക്ക് കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുയോജ്യനായ ഒരു വരനെ കിട്ടി. അങ്ങനെ ആ വരന്റെ കൂടെ അവളെ പിടിച്ചിറക്കി കൊടുത്തയക്കുന്ന ആ ധന്യമായ ദിവസത്തെ നമ്മൾ സ്വപ്നം കാണുന്നില്ലേ? നമുക്ക് സ്വന്തമായ ഒരു വീടുണ്ടായി, ആ വീട്ടിൽ ബന്ധുമിത്രാദികളെ എല്ലാം വിളിച്ചു വരുത്തി അവർക്ക് വിരുന്നു കൊടുത്ത് സന്തോഷത്തോടെ ആ വീട്ടിൽ കുടിയിരിക്കുന്ന ദിവസത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകാറില്ലേ? ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും ഉണ്ടാകാൻ അനുവദിച്ചതുമായ കാര്യങ്ങളാണ്. പക്ഷേ ഇതേപോലെ ഒരു ദിവസം എവിടെ വെച്ചാണെന്നറിയില്ല, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ യാത്ര പോകുന്ന ഒരു ദിവസം, മരിച്ചു കിടക്കുന്ന ഒരു ദിവസം, എനിക്ക് എൻ്റെ കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും കൂട്ടിനില്ലാത്തൊരു ദിവസം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങൾ നിലച്ചു, പിന്നെ കർമ്മങ്ങൾ ചെയ്യാൻ അവസരമില്ല. നമ്മുടെ ശ്വാസം നിലക്കുന്നത് വരെ അതിന് അള്ളാഹു അനുഗ്രഹം നൽകുകയാണ്. നാം ശ്വസിക്കുന്നു, ഫീസ് അടക്കുന്നില്ല. നാം ഭക്ഷിക്കുന്നു, നോക്കൂ നിങ്ങൾ, അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹവും, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എത്ര കൃത്യമായി അതിന്റെ ജോലി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരാണ് നമ്മെ സൃഷ്ടിച്ച നാഥൻ? നമുക്ക് ആരോഗ്യം നൽകിയവൻ, ആയുസ് നൽകിയവൻ, ജീവിതം നൽകിയവൻ, കണ്ണും കാതും കേൾവിയും ആലോചനാശേഷിയും ബുദ്ധിശക്തിയും നൽകിയവൻ ആരാണ്? ഇതിലൊന്നും നമ്മുടെ യാതൊരു സ്വാതന്ത്ര്യവുമില്ല, നമ്മുടെ യാതൊരു ഇഷ്ടാനിഷ്ടങ്ങളും പ്രവർത്തിക്കുന്നില്ല. ഇത് നിശ്ചലമാകുന്ന ഒരു ദിവസം, അതുവരെ നിങ്ങൾക്ക് പണിയെടുക്കാം. അതാ വിശുദ്ധ ഖുർആൻ പറയുന്നത്, സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതാവസരത്തിൽ, ജീവിതകാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകപ്പെടാൻ ഒരു ദിവസം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. കൂലി കൊടുക്കും പടച്ച തമ്പുരാൻ. വഹും ലാ യുദ്ലമൂൻ, ഒരിക്കലും അവർ അനീതി കാണിക്കപ്പെടുകയില്ല. അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്, കാരുണ്യവാനാണ്, അളവറ്റ ദയാപരനാണ് പടച്ച തമ്പുരാൻ. അവന്റെ അടിമകൾ ചെയ്ത ഓരോ കർമ്മങ്ങൾക്കും കൃത്യമായി പ്രതിഫലം നൽകുന്നു. നല്ലതാണെങ്കിൽ രക്ഷ നൽകുന്നു, സ്വർഗം. തിന്മയാണെങ്കിൽ, അധർമ്മമാണെങ്കിൽ, തെറ്റുകുറ്റങ്ങളാണെങ്കിൽ അതിന് ശിക്ഷ നൽകുന്നു. അങ്ങനെ നമ്മൾ മരണത്തിന് ശേഷം എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു കാര്യമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലളിതമായൊരു സംഗതിയാണ്. ഈ ലോകത്തിന്റെ അവസാനമോ? നമ്മൾ വിചാരിക്കും, നോക്കൂ നിങ്ങൾ, ലോകാന്ത്യത്തിന്റെ അടയാളം എന്ന വണ്ണം ഒരുപാട് സംഗതികൾ, സംഭവവികാസങ്ങൾ ഈ ഭൂമുഖത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ നിസ്സഹായനായി അന്താളിച്ച് അവൻ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി സഹായത്തിന് വേണ്ടി കേഴുന്ന വിധത്തിലുള്ള, എത്ര വലിയ ശക്തവാനാണെങ്കിലും അള്ളാഹുവിന്റെ വിധിനിശ്ചയങ്ങൾക്ക് മുമ്പിൽ കീഴ്പ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ഭൂകമ്പം ഉണ്ടായാൽ മതി, ഒരു കാറ്റടിച്ച് വീശിയാൽ മതി, മനുഷ്യൻ പടുത്തുയർത്തിയിട്ടുള്ള അവന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയാൻ ഒരു നിമിഷാർദ്ധം മാത്രം മതി. നോക്കൂ നിങ്ങൾ, ഈ പ്രപഞ്ചം അതിന്റെ സർവനാശത്തിനും ഒരു നിമിഷമോ ഒരു നിമിഷാർദ്ധമോ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നു. നോക്കൂ, അന്ത്യദിനത്തിന് ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിക്കാൻ വിശുദ്ധ ഖുർആനിൽ 19 പേരുകൾ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് വിവിധങ്ങളായ ആയത്തുകളിലൂടെ. അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്ന ഒരു പദമാണ് അസ്സാഅ എന്നുള്ളത്. അസ്സാഅ എന്ന് പറഞ്ഞാൽ എന്തെല്ലാവർക്കും ഓർത്തറിയാലോ? സാഅ യശ്മന സാഅ, സമയം, വാച്ചിനൊക്കെ പറയും അല്ലേ? അസ്സാഅ എന്ന് പറഞ്ഞാലോ ദി ടൈം,
അതാണ് അസ്സാ, ആ പ്രത്യേക സമയം. അതോടുകൂടി ആ അന്ത്യദിനത്തിന് ഏറ്റവും കൂടുതൽ ഖുർആൻ പറഞ്ഞിട്ടുള്ള പേരതാണ്. ആ സമയം വന്നാൽ ഈ ലോകത്തിന്റെ അവസാനമാണ്. ആ സമയമായാൽ ദി ടൈം, ആ സമയത്ത് പിന്നീട് സമയങ്ങളില്ലാതെയാകുന്നു. നമ്മൾ കണക്കാക്കുന്ന ഈ നേരമല്ല പിന്നെ നേരം. 24 മണിക്കൂറല്ല. സൂര്യൻ ഇങ്ങനെയല്ല, ചന്ദ്രൻ ഇങ്ങനെയല്ല, ഭൂമി ഇങ്ങനെയല്ല. ആകെ തകിർദം മറിയുന്നു. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ നെട്ടും ബോൾട്ടും ലൂസായി പരസ്പരം കൂട്ടിയിടിച്ച് എല്ലാം നശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിശ്ചയിച്ചത് എങ്ങനെയാണെന്നോ? ഇസ്രാഫിൽ അലൈഹിസ്സലാം എന്ന മലക്ക് അള്ളാഹുവിന്റെ ഓർഡർ കാത്ത് അർശിന് നേരെ 2 കണ്ണുകളും തുറിച്ചു നോക്കി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്, തിളങ്ങുന്ന 2 നക്ഷത്രത്തെ പോലെ മലക്കിന്റെ കണ്ണ് അർശിന് നേരെ അള്ളാഹുവിന്റെ ഓർഡർ എപ്പോഴാണ് വരുന്നത് എന്ന് കാതുകൂർപ്പിച്ച് നെറ്റി ചൊളിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഒരു ഊത്ത് ഊതാൻ, സൂറിലൂടെ ഒരു ഊത്ത്. അതോടുകൂടി ഈ പ്രപഞ്ചം ആകെ തകരുന്നുവെന്നാണ്. വനുഫിഖ ഫിസ്സൂർ ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. കാഹളത്തിൽ ഊതപ്പെടും. ഈ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരും സർവചരാചരങ്ങളും ആ സന്ദർഭത്തിൽ ഭീതിയോടെ എല്ലാം അവസാനത്തെ നാശത്തിലേക്ക് കൂപ്പുകുത്തും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. എല്ലാറ്റിനും ഈ പ്രപഞ്ചത്തിന്റെ സർവനാശത്തിന്റെ തുടക്കം ഒരു ഊത്താണ്, സൂർ. മലക്കതിന് കാത്തിരിക്കുകയാണ്. രണ്ടാമതും ഒരു ഊത്ത്. വനുഫിഖ ഫീഹി ഉഖ്റാ സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ. രണ്ടാമതും ഒരു ഊത്ത് ഊതിയാലോ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. അതോടുകൂടി എല്ലാം വീണ്ടും പുനഃസംവിധാനിക്കപ്പെടുന്നു. എല്ലാ മനുഷ്യന്മാരെയും ആദി പിതാവ് ആദം അലൈഹിസ്സലാം മുതൽ ഈ ഭൂമുഖത്ത് ജീവിച്ച മുഴുവൻ മനുഷ്യരും രണ്ടാമതും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണെന്നാണ്. അള്ളാഹു നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന രംഗം വിശദീകരിക്കുന്ന നോക്കൂ നിങ്ങൾ ഖുർആനിൽ. അള്ളാഹുവിനൊരു വിളി വിളിച്ചാൽ മതി. സുമ്മ ഇദാ ദഅാകും ദഅവതം മിനൽ അർളി ഇദാ അൻതും തഖ്റുജൂൻ. മനുഷ്യരെ, മരിച്ച് മണ്ണടിഞ്ഞ് നിങ്ങളുടെ ശരീരങ്ങളെല്ലാം തന്നെ മണ്ണിനോട് ചേർന്ന് ലയിച്ച് ഒന്നുമില്ലാതായി തീർന്നാലും പക്ഷേ നിങ്ങൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ആ മണ്ണിൽ നിന്ന് രണ്ടാമതും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആദ്യമായി ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ആരെയായിരിക്കും? ആദ്യത്തെ മനുഷ്യൻ ആരാണ്? ആദി പിതാവ് ആദം അലൈഹിസ്സലാം. പക്ഷേ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം ആദ്യമായി ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വലദി ആദം യൗമൽ ഖിയാമ. ആദമിന്റെ മക്കളിൽ അന്ത്യദിനത്തിൽ എല്ലാവരുടെയും സയ്യിദ് ഞാനായിരിക്കും. വ അവ്വലു മൻ യൻശഖു അൻഹുൽ ഖബർ. ഖബറിൽ നിന്ന്, ഈ മണ്ണിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ആദ്യമായി മണ്ണ് പൊട്ടിവിടർന്നുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവനും ഞാനായിരിക്കും. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ കാണാം, യൗമ തശഖഖുൽ അർളു അൻഹും സിറാഅ ദാലിക ഹശ്റുൻ അലൈനാ യസീർ. മണ്ണിൽ നിന്ന് പാറ്റ പൊടിയുന്നില്ലേ, അതേപോലെയായിരിക്കും മനുഷ്യന്മാർ മണ്ണിൽ നിന്ന് രണ്ടാമതും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന്. എത്ര പെട്ടെന്നാണത് സംഭവിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടി ആ രംഗം വിശദീകരിച്ചു തരുന്നത് നോക്കൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബൈന നഫ്ഖതൈൻ 40. 2 ഊത്തുകളെ കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. ഒന്നാമത്തേത് സർവനാശത്തിന്റെ ഊത്ത്, രണ്ടാമത്തേത് പുനഃസൃഷ്ടിയുടെ ഊത്ത്. ആ സന്ദർഭത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുകയാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അവർ ചോദിച്ചു, ഖാലു യാ അബാ ഹുറൈറ
40 യൗമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ രണ്ട് ഊത്തുകൾക്കിടയിൽ 40 ഉണ്ട് എന്നാണ്. 40 ദിവസമാണോ, 40 മാസമാണോ, 40 വർഷമാണോ എന്നാണ് അവരുടെ ചോദ്യം. എല്ലാം നശിച്ചതിന് ശേഷം രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന്റെ ഇടയിലുള്ള സമയം 40 എന്നാ പറഞ്ഞത്. ഇതെല്ലാം ചോദിച്ചപ്പോഴും മൗനമായിരുന്നു മറുപടി. 40 ഖാല 40 ഖാല 40, 40. ദിവസം എങ്ങനെ കണക്കാക്കാനാ? മാസം എങ്ങനെ കണക്കാക്കാനാ? വർഷം എങ്ങനെ കണക്കാക്കാനാ? അതൊക്കെ ഈ 24 മണിക്കൂർ നമ്മൾ കണക്കാക്കുന്നത് പോലെ ഈ സൂര്യനും ചന്ദ്രനും ഈ പ്രപഞ്ചവും വ്യവസ്ഥാപിതമായി ഇങ്ങനെ ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമയ കാലഗണനയല്ലേ? അത് ഇല്ലാത്ത മറ്റൊരു ലോകമാണ്. അതുകൊണ്ട് തന്നെ മൗനമായിരുന്നു അതിനുള്ള മറുപടി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ കിടക്കുന്ന തരിശായി കിടക്കുന്ന ആ ഭൂമിയിൽ അള്ളാഹു ഒരു മഴ വർഷിക്കും. മനുഷ്യരുടെ പുനർജന്മത്തെക്കുറിച്ച്, രണ്ടാമതുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറയുന്നത്, അള്ളാഹു ഒരു മഴ വർഷിപ്പിക്കും. ചീര മുളച്ചു പൊങ്ങുന്ന പോലെ മനുഷ്യർ മുളച്ചു വരുമെന്ന ഭൂമിയിൽ നിന്ന്. നോക്കണം, ആരാ ഇത് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇത് നമ്മൾ അറിയേണ്ടതാണ്. ഓരോ മനുഷ്യരും ആദം അലൈഹിസ്സലാം മുതൽ ഈ ഭൂമിയിൽ മരിച്ചു വീഴുന്ന അവസാന മനുഷ്യർ വരെ രണ്ടാമത്തെ അവരുടെ ജീവിതത്തിന്റെ ആരംഭം മണ്ണിൽ നിന്ന് ചീര മുളച്ചു പൊങ്ങുന്നത് പോലെ അവർ പൊങ്ങും. റസൂലുള്ളാഹി പറയുന്നു, വലൈസ മിനൽ ഇൻസാനി ശൈഉൻ ഇല്ലാ യബ്ല. മനുഷ്യന്റെ ശരീരത്തിൽ അവൻ മരിച്ചാൽ, മറമാടിയാൽ ദ്രവിച്ചു പോകാത്ത യാതൊന്നുമില്ല. എല്ലാം ദ്രവിച്ചു പോകും. ദ്രവിച്ചു പോകാത്ത യാതൊന്നുമില്ല. നമ്മൾ വിചാരിക്കും മുടി ദ്രവിക്കൂല, കുറെ കഴിഞ്ഞാൽ അതും ദ്രവിക്കും, നഖം ദ്രവിക്കും, എല്ലുകൾ നുരുമ്പിപ്പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൈസ മിനൽ ഇൻസാനി ശൈഉൻ ഇല്ലാ യബ്ല. മനുഷ്യന്റെ ശരീരത്തിൽ യാതൊന്നും തന്നെ ദ്രവിച്ചു പോകാത്തതായി, നുരുമ്പിപ്പോകാത്തതായി ഇല്ല. പക്ഷേ ഇല്ലാ അൽമൻ വാഹിദ, ഒരൊറ്റ അസ്ഥി, ഒരൊറ്റ എല്ലിൻ കഷ്ണം, അതൊരിക്കലും ദ്രവിക്കുകയില്ല. ഒരിക്കലും അത് ദ്രവിക്കുകയില്ല. അതിന്റെ പേരെന്താണെന്നോ? വഹുവ അജ്ബുദ്ദനബ്. അജ്ബുദ്ദനബ്, നിങ്ങളുടെ നട്ടെല്ലിന്റെ അവസാനത്തെ കശേരുവായ വാൽക്കുറ്റി, അതൊരിക്കലും നശിക്കുകയില്ല. മനുഷ്യന്റെ ഒരു വിത്ത് പോലെ പടച്ച തമ്പുരാൻ നിങ്ങളെ എവിടെ മറമാടിയാലും, നിങ്ങളെ കത്തിച്ച് ചാമ്പലാക്കി വെണ്ണീറാക്കി ഹിമാലയ സാനുക്കളിലും അവസാനം വയനാട്ടിലെ കുളത്തിൽ കൊണ്ടുപോയി വിതറിയാലും അതൊരിക്കലും കരിയുകയില്ല, നശിക്കുകയില്ല. ഈ ഭൂമിയിൽ അതുണ്ടാകും. എവിടൊക്കെയാണ് അത് കലക്കുന്നത് നോക്കൂ നിങ്ങൾ. മനുഷ്യന്മാർ ഗംഗയിൽ, യമുനയിൽ, പുണ്യനദികളിൽ, പുണ്യതീർത്ഥങ്ങളിൽ, പുണ്യപർവ്വതങ്ങളിൽ എവിടെ കൊണ്ടായാലും മനുഷ്യന്റെ ഈ അസ്ഥിപഞ്ജരം വഹുവ അജ്ബുദ്ദനബ്, അതൊരിക്കലും നശിക്കുകയില്ല. കോസിക്സ് എന്നാണ് നമ്മൾ ആധുനിക ശാസ്ത്രം അതിന് പറയുന്നത്. നമ്മുടെ നട്ടെല്ലിന്റെ അവസാനത്തെ എല്ലിൻ കഷ്ണി, അതിൽ നിന്നാണ് അള്ളാഹു നമ്മെ ചീരയെ മുളപ്പിച്ചെടുക്കുന്നത് പോലെ മുളപ്പിച്ചെടുക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ. ഈ അന്ത്യദിനത്തിലെ എന്താ അതിൽ ആട്ടം കെട്ടിട്ടുണ്ടെന്ന്, കൈക്കുണ്ടെന്ന് പറയും അല്ലേ? എന്താ, ഒരു പനി പറിച്ചിട്ടുള്ളൂ, അപ്പോഴൊക്കെ ടേസ്റ്റ് മാറി. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നിന്ന് നാം ഒന്നിന്റെയും രുചി അറിയുന്നില്ല. ഒന്നിന്റെയും രുചി അറിയുന്നില്ല. നാം കഴിക്കുന്നതിന്റെ, നാം കുടിക്കുന്നതിന്റെ, നാം ഭോഗിക്കുന്നതിന്റെ ഒന്നും, അതിന്റെ ആസ്വാദനത്തിന്റെ പരിപൂർണമായ അവസ്ഥ, അതാണ് സ്വർഗം. അതാണ് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ പരിക്കണ്ട എന്ന് പറഞ്ഞില്ലേ, തഴവ മൗലവിയുടെ ഈ പദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, പരിക്കണ്ട നീ അതിൽ പാചകം ചെയ്യണ്ട, കുൻ എന്ന സ്വിച്ച് അതിനൊക്കെയുള്ളത് കൊണ്ടാണ്. നിങ്ങളതിൽ ഒന്നും പരിക്കാൻ നിൽക്കണ്ട. ഇന്നൊരു മാമ്പഴം കിട്ടണമെങ്കിൽ മാവുമ്മക്ക് പണ്ട് ചെറുപ്പത്തിലൊക്കെ എത്ര എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു മാങ്ങ വീഴാൻ
അവിടെ ഖുതൂഫുഹാ ദാനിയ, നിങ്ങൾ ആഗ്രഹിച്ചാൽ പഴുത്തു നിൽക്കുന്ന പഴവർഗ്ഗങ്ങളുടെ ശിഖരങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് അടുത്തു വരും. പറിച്ചു തിന്നാൽ മതി, പറിക്കണ്ട നീ അതിൽ പാചകം ചെയ്യണ്ട. ഖുൻ എന്ന സ്വിച്ച് അതിനൊക്കെയുള്ളത് കൊണ്ട. ഖുൻ എന്ന സ്വിച്ച് ഒരു റിമോട്ട് നമ്മളെ കയ്യിൽ തരും പഠിച്ചോൻ കേട്ടോ, വേണമെന്ന് വിചാരിച്ചാൽ മതി. അതാ വലക്കും ഫീഹാ മാ തശ്തഹീ അൻഫുസുക്കും, ആഗ്രഹങ്ങൾ മുഴുവൻ പൂർത്തിയാകുന്ന പൂവണിയുന്ന നേടാൻ കഴിയുന്ന ലോകം. ആ ലോകത്തേക്ക് നമുക്ക് പോകേണ്ടേ? ആ ലോകം നമ്മെ മാടി വിളിക്കുന്നു. മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇതാ ജീവിതത്തിന്റെ ലക്ഷ്യം അത് നേടണം എന്നതിൽ നമ്മൾ തളച്ചിടണം. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എല്ലാം നമുക്ക് അവിടെ കിട്ടുന്നു എന്ന്. ഉടുക്കാൻ അതിൽ കൊടുക്കുന്ന തുണിയും സുന്ദുസാ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ജീവിതം എന്തന്തസാ എന്നാ പറഞ്ഞത്. ഉടുക്കാൻ അതിൽ കൊടുക്കുന്ന തുണി സുന്ദുസ്. യേശുമാന സുന്ദുസ് പട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൈയിൽ സ്വർണവും മറ്റൊരു കൈയിൽ പട്ടും എടുത്തുകൊണ്ട് പറഞ്ഞു, ഈ രണ്ട് വസ്തുക്കളും എന്റെ ഉമ്മത്തിലെ, എന്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധവും സ്ത്രീകൾക്ക് അനുവദനീയവുമാണ്. പുരുഷന്മാർക്ക് അനനുവദനീയമാണ് സ്വർണവും പട്ടും. അവിടെ നമുക്ക് പട്ടുവസ്ത്രം അണിയാം. സ്വർണ്ണ വളകളാൽ അത് നൽകി അള്ളാഹു നമ്മെ അവിടെ ആദരിക്കും. സ്വർഗത്തിനെ കുറിച്ച് പറയാൻ വേറെ സമയം കണ്ടെത്തണം. ഞാൻ ചുരുക്കുകയാണ്, ഏതായാലും എൻ്റെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാകണമെന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരുന്ന ലോകമാണ് സ്വർഗലോകം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, സ്വർഗത്തിലെ എല്ലാവരുടെയും പ്രായം എത്രയാ? സ്വർഗത്തിലെ പ്രായം ആർക്കെങ്കിലും അറിയാം? പറയുന്നുണ്ടോ സ്വർഗത്തിലെ പ്രായം? എത്ര? 60 ഇല്ല. ഇവിടെയാണ് മധുര 16ഉം 17ഉം ഒക്കെ. 17 ഇവിടുത്തെ ഒരു നല്ല പ്രായമായിട്ടാണ് കരുതുന്നത്. പക്ഷേ സ്വർഗത്തിലെ പ്രായം മാ ബൈന സലാസീന വസലാസിൻ വസലാസീൻ എത്രയാണ്? 30നും 33നും ഇടയിൽ. അതാട്ടോ, എല്ലാവർക്കും ഒരേ പ്രായം. സ്വർഗത്തിൽ എല്ലാവർക്കും ഒരേ പ്രായം. ആ പ്രായം ചെന്ന, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തമാശ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പ്രായം ചെന്ന സ്ത്രീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്കൊക്കെ സന്ദർശിക്കാൻ വരുന്നൊരു സ്ത്രീ പ്രവാചകൻ തിരുമേനിയുടെ അരികിൽ വന്നപ്പോൾ നബി ഒരു തമാശക്ക് വേണ്ടി പറഞ്ഞു. തമാശ പറയുമ്പോഴും നബി നേരല്ലാതെ പറഞ്ഞിരുന്നില്ല. നമ്മൾ കളവ് പറഞ്ഞിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാറുണ്ടല്ലോ. തമാശ പറയുമ്പോൾ പോലും എന്തേ പറയാറുള്ളൂ? നേരെ പറയാറുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വയസ്സത്തികളൊന്നും സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞു. കേട്ടോ? ആരോട്? പ്രായം ചെന്ന സ്ത്രീനോട്. കുഴങ്ങിയില്ലേ? അത് സ്വാഭാവികമായും അതിൻ്റെ മനസ്സ് തളർന്നു പോയി, പ്രയാസമായി പോയി. ഈ പ്രയാസം കണ്ടപ്പോൾ നബി എന്ത് ചെയ്തു? ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ പ്രയാസപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഉള്ളൊരു കാര്യം പറഞ്ഞതാണ്, എന്നാലൊരു തമാശയാകട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. കാരണം എന്താ? വയസ്സായവർ സ്വർഗത്തിലുണ്ടാവില്ല. എല്ലാവർക്കും എത്ര പ്രായമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉർബൻ അത്രാബൻ ലിഅസ്ഹാബിൽ യമീൻ. എല്ലാ സ്ത്രീകളെയും ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, രണ്ടാമതൊരു സൃഷ്ടിപ്പ് നാം അവരെ നടത്തും. ഇതേ ശരീരം തന്നെയാണല്ലോ പുനർജീവിപ്പിച്ച് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുമ്പോൾ ഈ ശരീരാവസ്ഥ ചെറിയൊരു മാറ്റം പഠിച്ചോൻ വരുത്തും. ശിക്ഷ അനുഭവിക്കാനും രക്ഷയുടെ സുഖങ്ങൾ അനുഭവിക്കാനും. അതാ ആ സ്ത്രീകളെ രണ്ടാമത് നാം ഒന്ന് സൃഷ്ടിക്കും. എന്നിട്ടോ വജഅൽനാഹുന്ന അബ്കാറ, അവരെയെല്ലാം നാം കന്യകകളാക്കി മാറ്റും. നിത്യ കന്യകത്വം നിലനിൽക്കുന്ന ലോകമാണ് സ്വർഗം. കന്യകത്വം സ്ത്രീകൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. വജഅൽനാഹുന്ന അബ്കാറ ഉർബൻ അത്രാബൻ ലിഅസ്ഹാബിൽ യമീൻ. അസ്ഹാബുൽ യമീനിന് വേണ്ടി ഒരേ പ്രായക്കാരായ തരുണികളായിരിക്കും അവർ, ആ സ്ത്രീകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ പ്രായമാണ്. സ്വർഗത്തിലും ഷോപ്പിംഗ് മാളുകൾ ഉണ്ട് കേട്ടോ.
വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ, സൂഖുൽ ജന്ന എന്ന് പറയുന്നുണ്ട്. ഹദീസിൽ പറഞ്ഞ കാര്യം ഇതൊക്കെ നമ്മൾ അറിയണേ. നമ്മൾ ഈ വലിയ സൂപ്പർ മാർക്കറ്റ്, വലിയ മാർക്കറ്റ് എന്ന് കരുതി അതിലുള്ള വാരി കൂട്ടിയിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഇതൊക്കെ കേടുപോകുന്ന സാധനല്ലേ, കേട് വരുത്തുന്ന സാധനല്ലേ നമ്മൾ വാങ്ങുന്നത്. വല്ലതിലും അത് നല്ലതുണ്ടോ അതിൽ നോക്ക് നിങ്ങൾ. ഒക്കെ നമ്മൾ രോഗങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുകയാണ്. ടേസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ അജിനാമോട്ടോ വാരിച്ചൊരിയാണ്. എന്താ സാധനം? നമ്മുടെ കിഡ്നി ആകെ നശിച്ചു പോകും. ഇവിടെ ടേസ്റ്റ് വല്ലതും ഉണ്ടാക്കണമെങ്കിൽ എല്ലാ കൃത്രിമങ്ങളും കൂട്ടിക്കലർത്തണം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒറിജിനൽ ആരോഗ്യത്തെയും നമ്മുടെ കഴിവിനൊക്കെ തളർത്തണം. എന്നിട്ട് കൃത്രിമ ടേസ്റ്റ് താൽക്കാലികമായി ഉണ്ടാക്കുകയാണ് മനുഷ്യന്മാരെ. അതാണ് പറഞ്ഞത്, വലാ യഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഈ ഭൗതികമായ ജീവിതത്തിന്റെ ഈ ത്രസിപ്പും പളപളപ്പും സുഖലോലുപതയും സുഖാഡംബരങ്ങളുമൊക്കെ നിങ്ങളെ വഞ്ചിതരാക്കാതിരിക്കട്ടെ. അതിന്റെ പിന്നാലെ പോകണ്ട, മറ്റേ ആടെ പണിയാണ് ശൈത്താന്. ഇന്ന് ജുമക്ക് കേട്ടില്ല നിങ്ങള് കേട്ടോ, ജുമക്ക് കേട്ടില്ല. ശൈത്താൻ അവർകൾ നമ്മളെ പിന്നാലെ മൂപ്പരുണ്ട്. ഇന്ന ശൈത്താന ലക്കും അദുവുൻ ഫത്തഖിദൂഹു അദുവാ. ചെകുത്താൻ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയുന്ന പ്രത്യക്ഷ ശത്രുവാണ്. അവനെ നിങ്ങൾ വിടരുത് എന്നാ. ഫത്തഖിദൂഹു പിടിച്ചവനെന്നാ ഖുർആൻ പറയുന്നത്. വിടണ്ട അവനെ. ഫത്തഖിദൂഹു അദുവാ, നിങ്ങളുടെ ശത്രുവായി അവനെ സ്വീകരിക്കണം. ആരാ നമ്മുടെ ശത്രു? നമ്മുടെ ശത്രു ആരാ? ഈ പിശാച്, ജീവിതത്തിന്റെ ലക്ഷ്യം മറപ്പിച്ചു കളയുന്നവൻ, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ തെറ്റിപ്പിക്കുന്നവൻ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേരെന്താ? മിഹ്റാബ്. എന്താ അതിന്റെ അർത്ഥം? യുദ്ധം ചെയ്യുന്ന രണാങ്കണം. ഹർബ് എന്ന് പറഞ്ഞ യുദ്ധം എന്നാ. മിഹ്റാബ് എന്ന് പറഞ്ഞ യുദ്ധം ചെയ്യുന്ന സ്ഥലം. 5 നേരം ഇവിടെ വന്ന് യുദ്ധം ചെയ്യുകയാണ് നമ്മൾ. ആരോടാ യുദ്ധം? ഇവിടെ നമ്മുടെ പ്രത്യക്ഷ ശത്രു ആരാണ്? ഇന്ന ശൈത്വാന ലക്കും അദുവ് ഫത്തഖിദൂഹു അദുവാ. ആ ശത്രുവിനോട് യുദ്ധം ചെയ്യണം. ഇവിടെ വന്നിട്ട് 5 നേരം അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ ചെകുത്താനെ വെട്ടിനുറക്കുകയാണ് നമ്മൾ. എന്നാലും മൂപ്പര് വന്നിട്ട് ഇടയിൽ വന്നിട്ട് ഉദ്കുർ കഥ കേട്ടോ ഓർമ്മിപ്പിക്കും. ശൈത്താന് ഇത്ര അധികം അലോസരപ്പെടുത്തുന്ന വേറൊരു സംഗതിയില്ല. എന്ത്? 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കാന്നില്ല. കാരണം എന്താ? അള്ളാഹിനെ ഓർക്കുകയാണ്. നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയാണ്. അതിന് വഴി തെറ്റിപ്പിക്കുകയാണ്. പല ചിന്തകളും. അതല്ല, നമ്മൾ എന്തെങ്കിലും മറന്നാലും സാധാരണ തമാശ പറയുന്നുണ്ട്, എവിടെ തെരഞ്ഞിട്ടും കാണുന്നില്ല താക്കോല് വണ്ടിന്റെ. 2 റക്അത്ത് നിസ്കരിച്ചു നോക്കടാ. തമാശയാണെങ്കിലും സംഗതി അതുള്ളതാണ്. ശൈത്താനാണ് അവിടെ വരുന്നത്. ഈ മെഹ്റാബിൽ നിന്ന് നമ്മൾ പടവെട്ടേണ്ടത് അവനോടാണ്. പടവെട്ടാൻ നമ്മുടെ കയ്യിലുള്ള വജ്രായുധങ്ങൾ എന്താണ് വജ്രായുധം? 2 ആയുധങ്ങളുണ്ട്. എന്താണത്? അൽ കിതാബ് വസ്സുന്ന കേട്ടോ. അത് മുറുകെ പിടിച്ചോളി. തറക്തു ഫീക്കും അംറൈൻ എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 2 കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ടയച്ചു പോകുന്നത്. മുടിയല്ല, നഖമല്ല, അവശിഷ്ടങ്ങളല്ല കേട്ടോ. നബി ഒഴിവാക്കി പോയത് എന്താ? നമുക്കും വേണ്ടി. തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിവാക്കി ഉപേക്ഷിച്ചു പോകുന്നു. ലൻ തളില്ലു, ഒരിക്കലും നിങ്ങൾ വഴിപിഴക്കുകയില്ല. മാ തമസ്സക്തും ബിഹിമാ, അവ 2 മുറുകെ പിടിക്കുന്നിടത്തോളം കാലം. കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി, വിശുദ്ധ ഖുർആൻ. നോക്കൂ നിങ്ങൾ, എങ്ങോട്ടൊക്കെയാ നമ്മളെ കൊണ്ടുപോകുന്നത്? ശൈത്താൻ കൊണ്ടുപോകാണ് ഓരോരോ സ്ഥലങ്ങളിലേക്ക്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ മറികടക്കരുത്. ഈ ഷോപ്പിംഗ് ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഉപഭോഗ സംസ്കാരം അതിന്റെ ഭാഗമായിട്ട് നോക്കൂ നിങ്ങൾ. പണ്ട് കാലത്തൊക്കെ നമ്മൾ അങ്ങാടി പോയിരുന്നത് എങ്ങനെയായിരുന്നു? ഉമ്മ എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടത് ചോദിക്കും. അപ്പം അരി വേണം മനെ, പിന്നെ ഉപ്പ് വേണം, മുളക് വേണം, കുറച്ച് ചായപ്പൊടി വേണം, ചക്കര വേണം. വല്യമ്മക്ക് കുറച്ച് പോലും വെറ്റിലും വാങ്ങിക്കും, അതും പറയും. അതിപ്പോൾ വാങ്ങരുത് കേട്ടോ, വെറ്റിലടയ്ക്കും പോലൊക്കെ ക്യാൻസർ ഉണ്ടാക്കും, അതൊക്കെ പറയും. അപ്പൊ ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റാക്കിയിട്ട് അങ്ങാടിക്ക് പോകുക, ഒരു സഞ്ചിൻ തൂക്കി. അല്ലേ? അങ്ങനെ തന്നെയല്ല പണ്ട് കാലത്തൊക്കെ. എൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ ചെറുപ്പത്തിൽ അങ്ങാടിക്ക് പോയിരുന്ന അങ്ങനെയാണ്. എൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 38 വയസ്സ്, 10 കൊല്ലം മുമ്പാട്ടോ.
ഇപ്പോഴെങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്? പോയി നോക്കാറ്, എന്നിട്ടോ അവിടെ കണ്ടൊക്കെ വാങ്ങുക, കാണുന്നതൊക്കെ ആവശ്യമാക്കുക. ആവശ്യങ്ങൾ വാങ്ങുകയല്ല, കാണുന്നതിനെയൊക്കെ നമ്മുടെ ആവശ്യമാക്കി മാറ്റുകയാണ്. നോക്ക് നിങ്ങൾ, നമ്മൾ എന്ത് തിന്നണം, എന്തുടുക്കണം, എന്ത് എണ്ണ തലയിൽ തേക്കണം, എന്ത് സോപ്പ് ഉപയോഗിച്ച് കുളിക്കണം, എന്ത് പേസ്റ്റ് തേച്ച് പല്ല് തേക്കണം എന്നതുവരെ തീരുമാനിക്കുന്നത് ആരാ? നമ്മളാ? മറ്റേ പരസ്യത്തിൽ കണ്ടോ, പോകുക. എന്നിട്ട് അതിനു വേണ്ടി 95 പൈസയും 1 റിയാലൊക്കെ കുറച്ചിട്ട് മറ്റേ സാധനം വിതരണം ചെയ്യും. അവിടെ 1 റിയാൽ കുറഞ്ഞ് ഈ ഷോപ്പിംഗ് മാർക്കറ്റിൽ അത് ഇത്രയെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, സ്വർഗത്തിലൊരു സൂക്കുണ്ട്. ആ സൂക്കിൽ പോയി ഷോപ്പിങ്ങിന് പോകുന്ന കഥ ഹദീസിൽ പറയുന്നുണ്ട്. സമയമായ നിർത്താൻ. ആ ഷോപ്പിങ്ങിന് പോകുന്ന കഥ പറയുന്നുണ്ട്. അവിടെ എന്താണോ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാ സാധനവും അവിടെ ഉണ്ട്, വാങ്ങാൻ കിട്ടും. അത് മുന്തിയ തരം സാധനങ്ങളാണ് കേട്ടോ. ആര് സീല് വെച്ചതാണ്? ആര് സീല? ഇവിടെ ചില സാധനം ISI മാർക്ക്, അവിടെ പറയണ്ട, ISI മാർക്കായ തൃപ്പതിയായി. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുദ്ര വെച്ച സാധന നമുക്ക് തരുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുദ്ര വെച്ച സാധനം ദുനിയാവുക്ക് വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. അള്ളാഹ് മുദ്ര വെച്ച ചില സാധനങ്ങൾക്ക് ദുനിയാവുക്ക് അള്ളാഹ് ഇറക്കിയിട്ടുണ്ട്. കല്ല് അല്ലേ? തൊയ്റൻ അബാബിൽ, കഅബ പൊളിക്കാൻ വന്ന അബ്രഹത്തിന്റെ സൈന്യത്തെ അള്ളാഹു തുരത്തി ഓടിച്ചത് ആരെ? വർസല അലൈഹിം തൊയ്റൻ അബാബിൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ലൂത്ത് നബി അലൈഹി സ്വലാമിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി ചരൽ വർഷം ഉണ്ടായപ്പോൾ അങ്ങോട്ട് അയച്ച മഴയിലുള്ള വീണ കല്ലുകൾ, പെയ്തിറങ്ങിയ കല്ലുകളിലും മുസവ്വമതൻ മിൻ ഇൻദി റബ്ബിക്, കേട്ടോ, നിന്റെ രക്ഷിതാവിന്റെ അരികിൽ നിന്ന് മുദ്ര വെക്കപ്പെട്ട കല്ല. ഇന്ന കല്ല് ഇന്ന ആളുടെ മേൽ വീണിട്ട് അയാൾ ഏത് രൂപത്തിൽ നശിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അബ്രഹത്തിന്റെ സൈന്യം ഇവിടുന്ന് മക്ക മുതൽ യമൻ വരെ ഓരോരുത്തർ ശരീരത്തിന്റെ ഓരോ ഭാഗം ചീഞ്ഞാളി, വേറെ വിഷയം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ മുദ്ര വെച്ച് നല്ല നല്ല സാധനമാണ് അവിടെ വാങ്ങാൻ കിട്ടുന്നത്. അതും എന്തിനു വേണ്ടിയാണ്? ആനന്ദം, ആഹ്ലാദം. ഷോപ്പിങ്ങിന്റെ ആനന്ദമല്ലേ നമുക്ക്? സ്വർഗത്തിലൊരു ആനന്ദം. മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഓരോ ദിവസവും ടേസ്റ്റ് നമുക്ക് കൂടുന്നു പറഞ്ഞില്ലേ, വ്യത്യസ്തമായ രുചികളായിരിക്കും ഓരോ സാധനത്തിനും. സൗന്ദര്യവും കൂടും. ഇന്ന് മനുഷ്യന്മാർക്ക് വേണ്ടത് എന്താ? സൗന്ദര്യം. നോക്കൂ നിങ്ങൾ, ആണായാലും പെണ്ണായാലും ഈ കൂണ് പോലെ മുളച്ചു പൊങ്ങുന്ന, എന്താ അതിനെ പറയാ, പാർലറുകൾ അല്ലേ? ബ്യൂട്ടി പാർലർ എന്നാ പറയാ. സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയാണ് മനുഷ്യന്മാർ ഇന്ന് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വർഗത്തിൽ ഓരോ ദിവസവും ആണിന്റെയും പെണ്ണിന്റെയും സൗന്ദര്യം കൂടും. എങ്ങനെയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഷോപ്പിങ്ങിന് പോകുമ്പോൾ, എല്ലാ വെള്ളിയാഴ്ചയാണ് ഷോപ്പിംഗ്, യൗമുൽ ജുമുഅ അവിടെ ഉണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു മന്ദമാരുതൻ അടിച്ചു വീശും. ആ കുളിർക്കാറ്റ് ഏൽക്കുന്ന സന്ദർഭത്തിൽ ഓരോ കാറ്റേൽക്കുമ്പോഴും അവരുടെ സൗന്ദര്യം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലുള്ള ആളുകൾ, ഇണകൾ ചോദിക്കും, അല്ല നിങ്ങൾ പോയ മാതിരിയല്ലല്ലോ, ആളാകെ മാറിയല്ലോ, എന്തൊരു സൗന്ദര്യം. അവ തിരിച്ചു വന്ന ആളും പറയും, അല്ല ഞാൻ പോയപ്പോഴുള്ള മാതിരിയല്ലല്ലോ, നീയും ആളാകെ മാറിയല്ലോ, എന്തൊരു സൗന്ദര്യം. ഇതാണ് ഓരോരോ സംഗതികളും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൂടുതൽ പഠിക്കുക ഈ സംഗതി. സ്വർഗീയ സുഖാനന്ദങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞു തന്ന കാര്യങ്ങൾ. വേറെ കഥകളെന്നല്ല, കെട്ടുകഥകളല്ല. മനുഷ്യന്റെ ജീവിതത്തിൽ മരണത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താണെന്നോ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഖുർആൻ ഉപമിക്കുന്നത് എങ്ങനെയാണെന്നോ, നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമായ പോലെ, നമ്മളിപ്പോ ഉരിയാടുന്നില്ല, വർത്തമാനം പറയുന്നത് സത്യമല്ലേ, അതുപോലെ സത്യമാണ് മനുഷ്യരെ, നിങ്ങൾ ഇത് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഈ പറഞ്ഞ അവസ്ഥയൊക്കെ നമുക്ക് വരാനുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആ സ്വർഗം നേടുക എന്നതാകണം. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാകണം. അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചു കളയുന്ന പിശാചിനെ കുറിച്ച് ബോധവാനാകണം. പിശാച് അന്ത്യദിനത്തിൽ പറയുന്ന കാര്യം ഇന്ന് ഖുത്ബയിൽ കാര്യമായി പറഞ്ഞത്. വഖാല ശൈത്വാനു ലമ്മ ഖുദിയൽ അംർ,
നമ്മുടെ ശത്രുവായ പിശാച് വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് നരകത്തിൽ തന്നെ നരകത്തിനാലുള്ള ഒരു പ്രസംഗപീഠത്തിൽ നിന്ന് മനുഷ്യരോട് അവൻ നടത്തുന്ന ഉപസംഹാര പ്രസംഗമാണ് സൂറ ഇബ്രാഹിമിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വഖാല ശൈത്വാൻ ലമ്മാ ഖുദിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖലഫ്തുകും. നിശ്ചയമായും അള്ളാഹു നിങ്ങളോട് ചെയ്ത കരാർ സത്യമായിരുന്നു. മരണം, മരണാനന്തര ജീവിതം, വിചാരണ, സ്വർഗം, നരകം. വവഅദ്തുകും, ഞാനും പല കാര്യങ്ങളും കരാറുകളും നൽകി, വാഗ്ദാനങ്ങളും നൽകി നിങ്ങളെ വ്യാമോഹിപ്പിച്ചു. എന്നാലോ ഫഅഖലഫ്തുകും, ഞാനതെല്ലാം ഇപ്പോൾ ഇതാ ലംഘിക്കുകയാണ്. എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങളെ സഹായിക്കാൻ എനിക്കും കഴിയില്ല. മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖിയ ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ. ഇതിനു മുമ്പ് നിങ്ങൾ എന്നിൽ പങ്കുചേർത്തതെല്ലാം ഞാൻ ഇതാ നിഷേധിക്കുന്നു. അക്രമകാരികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ലക്ഷ്യം, യഥാർത്ഥ ലക്ഷ്യം അനശ്വര സുഖാനന്ദത്തിൻ്റെ പരിശുദ്ധ ഗേഹമായ സ്വർഗം നേടലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നുള്ള മോചനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അതിനുവേണ്ടി നമ്മുടെ വിശ്വാസത്തെ വിശുദ്ധമാക്കാൻ, കർമ്മങ്ങളെ ക്രമീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ-റഹീമനായ നാഥ, കരുണാമയനെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച അബദ്ധങ്ങൾ നിന്റെ മഹലായ ഫളിൽ കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും തമ്പുരാനെ അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ. അവരുടെ ഖബർ ജീവിതം, ബർസഖിയായ ജീവിതം നീ സന്തോഷകരമാക്കി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് അവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണമേ. ഒരു രോഗവും അവശേഷിക്കാത്ത വിധത്തിലുള്ള പരിപൂർണ ശമനം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെയും സന്താനങ്ങളിലൂടെയും നാഥ, ഞങ്ങൾക്ക് നീ കൺകുളിർമയും മനഃശാന്തിയും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിൽ കഷ്ടപ്പെടുകയും ദുരിതമനുഭവിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന സഹോദരങ്ങൾക്ക് അവരുടെ എല്ലാ കഷ്ടാരിഷ്ടതകളും ദുരിതങ്ങളും നീക്കി ജീവിതത്തിൽ ധന്യതയും ഐശ്വര്യവും മനസ്സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹായ സന്താനങ്ങളാക്കി വളർത്താനുള്ള തൗഫീക്കും സാഹചര്യങ്ങളും ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. ദീനിൻ്റെ കാര്യം കൂടുതൽ അറിയാനും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ തമ്പുരാനെ. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കേണമേ തമ്പുരാനെ. ഞങ്ങളുടെ കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുമ്പോൾ നന്മയുടെ ത്രാസ് ഖനം തൂങ്ങുന്ന, നന്മയുടെ തട്ട് ഖനം തൂങ്ങുന്ന സദ്വൃത്തരായ സജ്ജനങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ രക്ഷിതാക്കളെയും മരണപ്പെട്ട ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വലതു കൈയിൽ ജീവിതരേഖ ഏറ്റുവാങ്ങുന്ന സദ്വൃത്തരിലും സ്വാലിഹീങ്ങളിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സിറാത്ത് കടക്കുന്നേരം ഞങ്ങളുടെ വലതു ഭാഗങ്ങളിലും മുൻഭാഗങ്ങളിലും കർമ്മങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പ്രഭ ചൊരിയപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ, അങ്ങനെ സിറാത്ത് കടന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരങ്ങളാൽ നാളെ പരലോകത്ത് ഹൗദിൽ നിന്ന് പാനം ചെയ്യുന്ന സദ്വൃത്തരിൽ, വിശ്വാസികളിൽ, അസ്ഹാബുൽ യമീനുകളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞാൻ ഈ പറഞ്ഞതും എൻ്റെ സഹോദരങ്ങൾ കേട്ടതും ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ ഒരു സൽക്രമമായി സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.